പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മളിന്ന് നോക്കാൻ പോകുന്നതും ചിന്തിക്കാൻ പോകുന്നതും ഒരു വേദവാക്യം വായിക്കാം. നമുക്ക് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യം. ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആര്? യെശയ്യാവ് കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. യെശയ്യാവ് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഉസ്സിയാവിൻ്റെ കൊട്ടാര പ്രവാചകനായിരുന്നു. കൊട്ടാരത്തിൽ പോയി പ്രവചിച്ച് ആലോചനകൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നഷ്ടപ്പെട്ടത് പോയതിനെ മടക്കിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പോണ്ട് നിറഞ്ഞു. സാറാഫുകൾ ആർക്കുന്ന ദർശനം വെളിപ്പാടും ഈ യെശയ്യാവ് കാണുകയാണ്. നഷ്ടപ്പെട്ടതിനെ മടക്കിയെടുത്ത്. ഉസ്സിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു. ഉസ്സിയാവ് മരിച്ചു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിനൊരു ദർശനം പ്രാപിക്കണം, പ്രാർത്ഥനാ ജീവിതം പിന്നെയും പുതുക്കുവാനിടയായി. ഇദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു എന്നൊക്കെ ആദ്യത്തെ 1 മുതൽ 5 അധ്യായം വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടി പ്രവചിക്കുകയും മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു പ്രവാചകനായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അധരങ്ങളെ തൊടുന്നൊരനുഭവം, അതായത് അതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ നാവ് ഇച്ചിരി ദുഷിച്ച നാവായിരുന്നു. അദ്ദേഹം പ്രവാചകനായിരുന്നു, പ്രവചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കർത്താവിനെ കണ്ട ദർശനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപവും ഗുണവും ഭാവവും അല്ലെങ്കിൽ സംസാരത്തിനും വ്യത്യാസമായി. ഒരു ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തിൻ്റെ നാവെ തൊട്ട്, അല്ലെങ്കിൽ കർത്താവ് വന്ന് തൊട്ട് ദൈവത്തിൻ്റെ വിളിയും സന്ദേശവും അനുസരിച്ച് അന്ന് മുതൽ ജീവിക്കുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശരിയായ സന്ദേശം എന്താണെന്ന് അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലായിരുന്നു. എന്നാൽ ദൈവം ഒരു നാവിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അത് ശരിയായി നടക്കേണ്ടുന്ന ഒരു ആവശ്യം എനിക്കുണ്ട്, അല്ലെങ്കിൽ സഭകളെ കർത്താവിനെക്കുറിച്ച് ഇങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സഭകളെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം ആഗ്രഹിക്കുന്നു. വിശുദ്ധനും ന്യായാധിപനുമാണ് ദർശനം ഇത് ആഗ്രഹിക്കുന്നത്. ഒരു ന്യായാധിപൻ ദർശനം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു സഭയിൽ പുരോഗതിനായി നിൽക്കുവാനേ അവർക്ക് കഴിയത്തുള്ളൂ. കാരണം ഏതെല്ലാം സ്വഭാവത്തിലുള്ള ഗുണവിശേഷങ്ങളുടെ വിശ്വാസികളാണ് ഇവിടെ കടന്നു വരുന്ന ദൈവജനമാണ്. അവർക്ക് ആത്മീകം പകർന്നു കൊടുക്കണമെങ്കിൽ അവർ ശരിക്കും പ്രാർത്ഥിക്കുന്ന, യെശയ്യാവിനെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞപ്പോഴാണ് ദൈവിക ദർശനം അദ്ദേഹത്തിന് പ്രാപിക്കാൻ കഴിഞ്ഞ. ഒരു ഏറ്റുപറച്ചിലോട് മാത്രമേ മഹത്വരമായ ഒരു ശുശ്രൂഷ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളതെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ വേദവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവഹിതമുള്ളത് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാനും ദൈവത്തിന് ഹിതമായ ഒരു ശുശ്രൂഷകൾ വഹിക്കാനുമാണ് ഒരു പ്രവാചകനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ചിന്ത, അല്ലെങ്കിൽ ദൈവം പറയേണ്ട ആലോചന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായി തീരണമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ സാറാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നത നിരയിലുള്ളതായ ദൂതന്മാർ. അപ്പോൾ തിരുവഴുത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വെളിപ്പെടുന്ന ജീവികൾ ഇവരായിരിക്കാം. കാരണം ഇത് ദൂതന്മാർ തന്നെയാണ് സാറാഫ് എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അവർ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെശയ്യാവിന് വെളിപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ സ്വഭാവം ദൈവത്തിൻ്റെ വിശുദ്ധിയായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയായിരുന്നു യെശയ്യാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ്? പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുറേ സാറാഫുകളെ ഈ യെശയ്യാ പ്രവാചകൻ അല്ലെങ്കിൽ ഈ ദൈവദാസൻ കാണുകയാണ്. അപ്പോൾ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ അവർ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന സാറാഫുകൾ, അതായത് അവരുടെ പേരുകൾ
അർത്ഥം പോലെ ജ്വലിക്കുന്നവർ സിംഹാസനത്തിന് ചുറ്റും ശുശ്രൂഷിക്കുന്നവരുടെ വിശുദ്ധി അത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു ദൈവദാസനെ കുറിച്ച് അഗ്നിയിലായിരിക്കുന്ന അവർ ദൈവ തേജസ്സിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് അവർ അഗ്നിയിലാണ് ഇങ്ങനെ ആരാധിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ മേളിലൊക്കെ വായിച്ചത് അങ്ങനെയാണ് കർത്താവിനെ കണ്ടത് ഒടുകിൽ കൊണ്ടൊരു സാധനം എടുത്ത് വായിലോട്ട് കൊണ്ടിട്ടപ്പോഴാണ് അകൃത്യം നീങ്ങിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവ സിംഹാസനത്തിന് ചുറ്റും ശുശ്രൂഷിക്കുന്ന വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വിശുദ്ധന്മാരെക്കുറിച്ച് ഇത് സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫലമേൽപ്പിച്ചിരിക്കുന്നവർ ഒരു വിശുദ്ധിയോടും വേർപാടും ജനത്തിന് ആലോചന പകർന്നു കൊടുത്തില്ലെങ്കിൽ പാപം അവരുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആരൊക്കെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധരെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ പാപങ്ങളും കുറവുകളും ഉള്ളവരാണ് ഏത് വ്യക്തിയാണെങ്കിലും. ശുശ്രൂഷകന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ദേവദാസന്മാരാകട്ടെ, അതുപോലെ എല്ലാ ആൾക്കാരും, പുരോഹിതന്മാരാകട്ടെ, ആരായാലും ജീവിതത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആരും നമുക്ക് ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നില്ല. എന്നാൽ 6:3 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. യെശയ്യാവിന് വെളിപ്പെടുത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ സ്വഭാവം ദൈവത്തിൻ്റെ വിശുദ്ധിയായിരുന്നു. സ്വഭാവത്തിൻ്റെ നിർമ്മലതയും പാപത്തിനുള്ള വേർപാടും. നോക്കിക്കോണം, സ്വഭാവത്തിൻ്റെ നിർമ്മല അല്ലെങ്കിൽ വിശുദ്ധിയാണ് യെശയ്യാവിന് വിളി. അതുവരെയും യെശയ്യാവ് പ്രവചിച്ചിരുന്നു. അനേക ഇടങ്ങളിൽ കടന്നുപോയി ആലോചന പറഞ്ഞിരുന്നു. മാത്രമല്ല ഉസ്സിയാവിൻ്റെ രാജകൊട്ടാരത്തിൽ പോയി ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ജീവിതത്തിൽ കുറ്റമുണ്ട്, കുറവുണ്ടെന്ന് ദർശനം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാനിടയായി. അതുപോലെ പലപ്പോഴും നമ്മൾ 6:5 കാണുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് അയ്യോ കഷ്ടം. ദൈവവിശുദ്ധിയോടുള്ള വീക്ഷണത്തിൽ യെശയ്യാവ് തൻ്റെ അവർണതയും അശുദ്ധിയും വിശേഷാൽ അവൻ്റെ സംസാരത്തോടുള്ള ബന്ധത്തിൽ. അപ്പം സംസാരം ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണല്ലോ നാവിൽ തൊട്ടത്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 3:1-6 വരെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ മുഖാമുഖമായി കണ്ടതായ ഒരു വ്യക്തിയാണ് ഈ യെശയ്യാവ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ഈ അധ്യായങ്ങളിലൊക്കെ വായിക്കുന്നത്. അവൻ ഭയപ്പെട്ടു. ആരാണ്? ഈ ദൈവദാസൻ അല്ലെങ്കിൽ യെശയ്യാവ് ദൈവത്തെ ഭയപ്പെട്ടു. അപ്പോൾ ദൈവം അവൻ്റെ നാവും ഹൃദയവും വിശുദ്ധീകരിച്ചു. ലേവ്യ 16:12, ഇരമ്യാവ് 1:9. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ സന്നിധിയിൽ ഒരു ദാസനെയും പ്രവാചകനെയും നിൽക്കുവാൻ അവന് യോഗ്യനാക്കി. ദൈവത്തെ സമീപിക്കുന്ന എല്ലാവരെയും തങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെട്ടവരുമായിരിക്കണം എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് കാണാം. അത് ഊന്നി പറയുന്നത്, ഈ ദൈവവചനം ഊന്നി പറയുന്നതും വിളിച്ചു പറയുന്നതും എല്ലാം അങ്ങനെയാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തി വിശുദ്ധീകരണം പ്രാപിക്കണം. വീണ്ടും ദൈവത്തിന് മാത്രം ആ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന് മാത്രമേ ആ വ്യക്തിയെ വിശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം മാത്രമേ വിശുദ്ധനുള്ള വിശുദ്ധിയെ കാണിക്കുന്നു, ദൈവത്തെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അപ്പോൾ ആ കടന്നു വരാം, അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ അതിനാൽ നിയോഗിക്കപ്പെട്ട പല ആൾക്കാരെയും ദൈവം അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വലിയ നിയോഗമാണ് ഈ ഭാഗം നമ്മൾ ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ നിയോഗം നമ്മളെ കാണിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ നിയോഗം നമുക്ക് ഈ ഭാഗത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധിയോടും വേർപാടോടും നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്മാരുടെ ദൗത്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവ് 6:8-9. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളിച്ചെയ്തത്, നീ ചെന്ന് ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, താങ്ക് യു ലോർഡ്. അപ്പോൾ നമുക്ക് ഈ ചരിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ചരിത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ സ്ഥാനം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, തങ്ങളുടെ സമകാലികരായ ജനങ്ങളെക്കാൾ ആത്മീകമായി ഉയർന്ന നിലയിൽ ജീവിച്ച സ്ത്രീ പുരുഷന്മാരാണ് പഴയ നിയമ പ്രവാചകന്മാർ. എല്ലാ സാഹിത്യങ്ങളിലും വെച്ച് പ്രവാചകന്മാരെ പോലെ നാടകീയ ചരിത്രം വരച്ചു കാട്ടിയിരിക്കുന്ന മറ്റൊരു കൂട്ടരില്ല. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ പുരോഹിതന്മാർക്കും ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും ബുദ്ധി ഉപദേഷ്ടാക്കന്മാർക്കും സങ്കീർത്തനക്കാർക്കുമെല്ലാം ഓരോരോ
സ്ഥാന വ്യത്യാസമുണ്ടായിരുന്നു. വീണ്ടെടുപ്പിൻ്റെ ചരിത്രത്തോടുള്ള ബന്ധത്തിൽ പ്രവാചകന്മാർക്കുണ്ടായിരിക്കുന്ന സ്ഥാനമോ സ്വാധീനമോ മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ഭയങ്കര ഒരു സ്ഥാനവും വിലയും അല്ലെങ്കിൽ സ്വാധീനവും ഒക്കെ സ്ഥാനങ്ങളൊക്കെ വീണ്ടും അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഊന്നി പറയുന്ന നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് ഭയങ്കര ഒരു വിലയായിരുന്നു, സ്ഥാനമായിരുന്നു. അങ്ങനായിരുന്നു കർത്താവ് അവരെ തിരഞ്ഞെടുത്ത് ആക്കിയിരുന്നത്. അതേപോലെ യെശയ്യാ പ്രവാചകനെയും കർത്താവ് തിരഞ്ഞെടുത്താക്കി 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലെ അദ്ദേഹം അനേകരോട് പ്രവചിക്കുന്ന കാണുന്നുണ്ട്. അദ്ദേഹം കുറ്റങ്ങൾ മാത്രമേ പറയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മറ്റുള്ളവരെ കുറ്റം പറയുകയും ന്യായം വിധിക്കുകയും ചെയ്യുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന മാറ്റിപ്പിടിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ തെറ്റുകാരാണ്, ഞാൻ അശുദ്ധിയുള്ള ജനത്തിൻ്റെ മധ്യത്തിൽ അശുദ്ധിയോടെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന അശുദ്ധിയോടെ ഞാൻ പ്രവചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിന്നെ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് സ്വർഗീയ ദർശനം പ്രാപിച്ച് ദൈവം തന്നെ നാവിന്മേൽ തൊട്ട് ദൈവം വിശുദ്ധിയെ കാണിച്ചു കൊടുത്ത് അശുദ്ധി മാറ്റിയിട്ട് വിശുദ്ധിയെ കാണിച്ചു കൊടുത്ത് ഞാൻ അശുദ്ധനാണെന്ന് അദ്ദേഹം സമ്മതിക്കാനിടയായി. അതേപോലെ ഈ നാളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ ശുശ്രൂഷ പാകത്തിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ടും പുരോഹിതന്മാരായിട്ടും ശ്രേഷ്ഠന്മാരായിട്ടും ഒക്കെ നമ്മളെ ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലാക്കിയിരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് ദൈവം തന്ന താലത്തിന് ഒത്തവണ്ണം അല്ലെങ്കിൽ ദൈവം തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം നാം എല്ലാവരും പ്രൈസ്തലോട് നാം ആയിരിക്കണം. ആമേൻ, നമ്മളായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവിക നിയോഗം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിമിയോൻ അതോ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 8-ാം നാളിൽ കർത്താവിനെ ദേവാലയത്തിലേക്ക് പരിച്ഛേദനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ ശിമിയോൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ ഞാൻ മരണം ആസ്വദിക്കത്തില്ല എന്നുള്ള അരുളപ്പാടും ദർശനവും പ്രവചനവും ഒക്കെ കിട്ടിയൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം കർത്താവിനെ കയ്യിലെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവിനെ ഞാൻ കാണുവാനിടയായല്ലോ. പ്രവാചകന്മാരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അപ്രകാരമാണ്, കർത്താവിനെ കാണേണ്ട പോലെ കാണുവാനും കർത്താവിനെ അറിയേണ്ട പോലെ അറിയുവാനും ദൈവ നാളുകളിൽ നമ്മളെ ശക്തരാക്കി എടുക്കട്ടെ എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രവാചകന്മാർക്കുള്ള എബ്രായ പദം ഇതാണ്, റൂഹ്. ഇംഗ്ലീഷിൽ ദർശകനെന്നും ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈ എബ്രായ നാമം ആത്മീക രംഗങ്ങളെ പ്രത്യേകമായി കാണുമാറും ഭാവി സംഭവങ്ങളെ മുൻകൂട്ടി ദർശിക്കുവാനുള്ള കഴിവിനെ സൂചിപ്പിക്കുകയാണ്. അതായത് ഭാവി കാര്യങ്ങളെ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന ആലോചന പ്രകാരം മുൻകൂട്ടി പ്രവചിക്കാനുള്ളൊരു കഴിവുള്ള ആൾക്കാരാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. അപ്പം ആ കാര്യങ്ങളുടെ പുറമെ കാഴ്ചയാൽ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയല്ല, വിഷയങ്ങളെ ഉള്ള അവസ്ഥയിൽ ദൈവിക വീക്ഷണത്തിൽ തന്നെ ദർശിക്കുന്നതിനെയാണ് അത് പരാമർശിക്കുന്നത്. ദർശകൻ എന്ന നിലയിൽ പ്രവാചകന് ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ചു ദൈവജനത്തോട് ആത്മീക യാഥാർത്ഥ്യങ്ങളെ അറിയിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവം കൊടുത്ത ദർശനങ്ങളും വെളിപ്പാടുകളും സ്വപ്നങ്ങളും അത് ദൈവിക ജ്ഞാനത്താൽ അല്ലെങ്കിൽ ദൈവിക വീക്ഷണത്തിൽ തന്നെ അത് ചെയ്ത് ദർശിക്കുവാനാണ്. അത് അങ്ങനെയുള്ള പരാമർശമാണ് പ്രവാചകന്മാർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത്. അത് അപ്രകാരം ഒരു ദർശകൻ എന്ന നിലയിൽ പ്രവാചകന് ദൈവത്തിൽ നിന്ന് സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും പ്രാപിച്ച് ദൈവത്തോട് ആത്മീക യാഥാർത്ഥ്യങ്ങളെ അറിയിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചായിരിക്കണം ദൈവജനത്തിന് ഇത് പറഞ്ഞു കൊടുക്കാൻ. ഒരു പ്രവാചകനെ പഴയ നിയമത്തിൽ നബി എന്നൊക്കെ വിളിച്ചിരുന്നു. നബി പ്രവാചകൻ എന്നതിനുള്ള പ്രധാന എബ്രായ വാക്കാണ് നബി. പഴയ നിയമത്തിൽ 309 പ്രാവശ്യം കാണപ്പെടുന്ന നബി എന്നാണ് ബഹുവചന പദം. ഈ വാക്കിൻ്റെ ഉത്ഭവം വ്യക്തമല്ല എങ്കിലും എബ്രായ ക്രിയാപദമായ പ്രവചിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവ മനസ്സിൽ നിന്ന് ദൈവാത്മാവിനാൽ സാമർത്ഥ്യമായ വാക്കുകൾ നൽകുക എന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ അറിഞ്ഞിട്ട് ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനെ അറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആലോചന കർത്താവിനോട് ചോദിച്ചു വാങ്ങി കർത്താവ് കൊടുക്കുന്ന ആലോചന പ്രകാരമായിരിക്കണം പ്രവചിക്കാനെന്ന് നമുക്കിവിടെ കാണുന്നുണ്ട്. ജസനിയൂസ് എബ്രായ ഭാഷ നിഘണ്ടു അങ്ങനെയാണല്ലോ. ദൈവാത്മാവിൻ്റെ ശക്തിയാൽ വചനങ്ങളെ പകരുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു
വക്താവാണ് നബി. വേറൊരുത്തിന് വേണ്ടി സംസാരിക്കുവാൻ എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷിൽ പ്രവാചകൻ എന്നുള്ള പദത്തിൻ്റെ ഗ്രീക്ക് പദമാണ് നബി എന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഒരു പ്രവാചകൻ അത്രമാത്രം വിശുദ്ധി വേണം, വേർപാട് വേണം. അത് മാത്രമല്ല, ഒരു പ്രവാചകൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിലയുള്ളതാണ്. സന്തൽപ്രബലാതിരിമനഘടകനായി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ആമേൻ. നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ എവിടെയും നമ്മൾ കണ്ടുവരുന്നതാണ്. സഭകളിൽ ഒരു പ്രവാചകൻ ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നത് കണ്ടു കഴിഞ്ഞാൽ വരാത്ത ആൾക്കാരും ഭവനത്തിലിരിക്കുന്ന ആൾക്കാർ ഓടി വരും. എന്തിനാണ്? ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. പ്രവാചകൻ അത്രമാത്രം വിലയുള്ളതാണ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ദൈവിക ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓടിക്കൂടുന്നത് പ്രവാചകൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ദൈവം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തന്നെയാണ്. ഉസ്യാവ് മരിച്ച ആണ്ടിലാണ് ഈ ദൈവിക ദർശനം ഇദ്ദേഹം പ്രാപിച്ചിട്ടുള്ളത്. കർത്താവിനെ ആ സമയത്ത് കണ്ട് കർത്താവിൻ്റെ വിളിയും സന്ദേശവും കുറിച്ചുള്ള ഒരു ശരിയായ ധാരണയും യെശയ്യാവിന് ഈ ദർശനം നൽകി. ഈ പുസ്തകത്തിൽ ഒരു പ്രധാന ചിന്തയാണ് വെളിപ്പെടുത്തിയത്. അതായത് ദൈവത്തിൻ്റെ പ്രതാപവും മഹത്വവും വിശുദ്ധിയും തന്നെ സേവിക്കുന്നവർക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സഭകൾക്കും കർത്താവിനെക്കുറിച്ച് അവൻ വിശുദ്ധനും ന്യായാധിപനുമാണെന്ന ദർശനം ഇന്ന് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലും അവൻ്റെ വിശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഈ ദർശനത്തോട് ചേർന്ന് ആവശ്യമാണ്. അതിൻ്റെ ഫലം യെശയ്യാവിൻ്റേത് പോലെ ആയിരിക്കും. ആത്മാർത്ഥമായ ഏറ്റുപറച്ചിൽ, മഹത്വകരമായ ശുദ്ധീകരണം, ദൈവവിളി, ഹിതം നിർവഹിക്കാനുള്ള ശക്തിയായ നിയോഗം. അപ്പോൾ ദൈവഹിതം നിർവഹിക്കാനുള്ള ശക്തിയായ ഒരു നിയോഗമാണ് ഈ കാലയളവിൽ, അല്ലെങ്കിൽ ഈ സമയത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ഒരു ചിന്ത നമ്മളെപ്പോലെ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയല്ല ദൈവം ചിന്തിക്കുന്നത്. വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കൊരു വിശുദ്ധി ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, സഭകൾക്കും വിശുദ്ധി ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമക്കൾക്ക് ദർശനവും വെളിപ്പാടും ആവശ്യമാണ് ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവദാസന്മാർക്ക് വിശുദ്ധിയും വേർപാടും അല്ലെങ്കിൽ എല്ലാം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ ആത്മാർത്ഥമായിട്ട് വിശുദ്ധിയോടും വേർപാടോടും ദൈവസന്നിധിയിലായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുമാത്രമല്ല, ആത്മാർത്ഥമായി നമ്മൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഏതെങ്കിലും സ്ഥാനത്തൊന്ന് നമ്മൾ വീണിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് നമ്മൾ മടങ്ങി വരിക, അത് ഏറ്റുപറയുക, ശുദ്ധീകരണം പ്രാപിക്കുക. ദൈവവിളി എന്താണ്, ദൈവഹിതം എന്താണ്, ദൈവത്തിൻ്റെ ഇച്ഛ എന്താണ്, അതൊക്കെ നമ്മൾ ഗ്രഹിക്കാനുള്ള ശക്തിയായ ഒരു ദൈവ നിയോഗമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കർത്താവിനെ കണ്ടു 6:1 തന്നെ ദൈവം വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ദൈവദാസനെ ദൈവം വിളിച്ചപ്പോൾ ആ കർത്താവിനെ അദ്ദേഹം കാണുവാനിടയായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞ് 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകണമെന്ന്. അപ്പോൾ ശുദ്ധീകരണം പ്രാപിച്ചതായ ഈ വ്യക്തി പറഞ്ഞ്, ഞാൻ പൊയ്ക്കോളാം കർത്താവേ. അതുവരെ ഇദ്ദേഹത്തിന് സുവിശേഷം പറയാനുള്ള താല്പര്യം ഒന്നുമില്ലായിരുന്നു. പ്രവാചകനെ നടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അശുദ്ധിയുള്ളൊരു വ്യക്തിയായിരുന്നു. ശുദ്ധിയില്ലാത്ത അത്തരമുള്ളൊരു വ്യക്തിയാണ്. മറ്റുള്ളവരുടെ കൂടെ കൂടിയിരുന്ന് മറ്റുള്ളവർ കുറ്റം പറയുകയും പ്രവചനമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം അദ്ദേഹത്തിന് ശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷമാണ് പ്രവാചകനായ യെശയ്യാവ്, കർത്താവേ എന്നെ അയക്കണമേ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ് 6:8-9 അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് ഇപ്പോൾ ദർശനം കാണുമ്പോൾ ശബ്ദവും കൂടെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുന്നേ അദ്ദേഹം പ്രവാചകനായിരുന്നു, വലിയ ആളായിരുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പറയുന്ന അടിയനെന്ന് ലാസ്റ്റിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴും ആ അകൃത്യം നീങ്ങി പാപം മാറിയപ്പോഴും നാവിനെ ശുദ്ധീകരിച്ചപ്പോഴും അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, അരുളി ചെയ്യണമേ, എന്നോട് അരുളി ചെയ്യണമേ കർത്താവേ, ഞാൻ കേൾക്കുമെന്ന്. ആ അരുളപ്പാട് കേൾക്കുവാനും ശബ്ദം കേൾക്കുവാനും അദ്ദേഹത്തിനെ തന്നെ ആക്കുവാനിടയായി. അതുകൊണ്ട് ഇതൊരു കാവ്യരൂപത്തിലാണ്, ഇതൊരു വർണ്ണനാരൂപത്തിലും ഒരു പാട്ട് രൂപത്തിലൊക്കെയും യെശയ്യാ പ്രവചനം പ്രവചിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ നിയമത്തിലെ ഒരു ചെറിയ ഒരു ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് വായിച്ച് ഈ പുസ്തകം അനേകർക്ക് അനുഗ്രഹവും എടുത്തിട്ടുമാണ്. ഇത് അത്രമാത്രം ആഴമേറിയ ദൈവിക വചനങ്ങൾ കോർത്തിണക്കി എഴുതിയിരിക്കുന്ന ഒരു
ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു പ്രവചനമാണ് ഈ യെശയ്യാ പ്രവചനം എന്ന് പറയുന്നത്. അത് അത്രമാത്രം വാക്കുകൾക്ക്, പദങ്ങൾക്ക് ആഴമേറിയ ശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നാശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി, സംസാരങ്ങളെല്ലാം മാറുന്നതായിട്ട് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ വചനത്തിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. നാവിന്മേൽ ദൈവത്തിൻ്റെ ശുദ്ധിയുള്ള കരം വയ്ക്കുവാനിടയായി. അപ്പോൾ തന്നെ അദ്ദേഹം ശുദ്ധിയുള്ളവനായി തീരുവാനിടയായി. ഈ നാളുകളിൽ ശുദ്ധിയുള്ളവരായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എപ്രകാരം നാം ആയിരിക്കണമോ അപ്രകാരം വിശുദ്ധിയോടും മറ്റുള്ളവരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടെ നേരെ അവർ വിരൽ ചൂണ്ടുമെന്ന് നമ്മൾ ചിന്തിക്കണം. അവർ ചൂണ്ടിയില്ലേലും മറ്റുള്ളവർ നമ്മുടെ മേൽ വിരൽ ചൂണ്ടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകരുത്. നമ്മളും കർത്താവുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളും. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് പ്രാപിക്കണം. എപ്പോഴും നാം ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമ്മളെപ്പോഴും ഒരു കണക്റ്റ് ഉണ്ടായിരിക്കണം, ഒരു ഉണ്ടായിരിക്കണം. റിവൽ കടകലാദി കടകല സന്തൽ യെശയ്യാവിനെ പോലെ നമ്മുടെ നാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. മറ്റുള്ളവരെ കുറ്റം പറയുവാനല്ല, നമുക്ക് നമ്മെ തന്നെ ഒന്ന് കാണുവാൻ. ആ കുരുടനായ മനുഷ്യനെ കർത്താവ് പറഞ്ഞു, നീ പോയി ശീലോഹവും കുളത്തിൽ നിൻ്റെ കണ്ണ് കഴുകാൻ പറഞ്ഞു. കണ്ണ് ആദ്യം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ മനുഷ്യർ മരങ്ങൾ നടക്കുന്നത് പോലെ. അപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാമത് പോയി കഴിയപ്പോൾ അന്നേരം നീ ആരെ കാണുന്നതെന്ന് ചോദിച്ചു. കർത്താവ് ചോദിച്ചപ്പോൾ ഞാൻ എന്നെ കാണുന്ന ആളുകളിലെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കാണാം. നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ സ്വഭാവങ്ങളെക്കുറിച്ച്, നമ്മുടെ നടപ്പിനെക്കുറിച്ച്, നമ്മുടെ നോട്ടത്തെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം നോക്കാനോ പറയുവാനുള്ള സാഹചര്യമല്ല. ഈ നാളുകളിൽ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ നമ്മളായിരിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന കർത്താവാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇത് ഈ പ്രവചനം എഴുതിയതെല്ലാം യെശയ്യാവ് തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാവിൻ്റെ സമകാലികരായ അനേകർ ഉണ്ടായിരുന്നല്ലോ. ദാനിയേൽ, അതുപോലെ തന്നെ എസെക്കിയേൽ, നെഹമ്യാ, ഇവരൊക്കെ സമകാലികരാണ്. അപ്പോൾ ആ ദർശനം പ്രാപിച്ചെടുത്ത പോലെ യെശയ്യാവ് ദർശനം പ്രാപിച്ചെടുത്ത പോലെ നാളുകളിൽ നമുക്കും ദർശനം പ്രാപിച്ചെടുക്കാം. ദൈവമേ, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ കടന്നു വരണമേ. നമുക്ക് ഈ വചനങ്ങളെയും കൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. 6:1 ഞാൻ ഒന്നും കൂടെ വായിക്കുന്നു. 6:1 വാക്യം കാണാൻ കഴിയുന്നത്, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലേക്ക് ഞാൻ കണ്ടു. വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ അപ്പോൾ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചു ഇരിക്കുന്ന ഒരു അനുഭവം, കർത്താവിനെ കണ്ട അനുഭവം, കർത്താവ് അദ്ദേഹത്തെ തൊട്ട അനുഭവം. നാളുകളിൽ ദൈവം നമ്മളെ തൊടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യുവജനങ്ങളെയും കൊണ്ട് നമ്മളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.